ഹൈ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കായ കൊണ്ടൊരു ബജിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ബജിയാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് 1/3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, അതായത് എന്താ പറയുക, നല്ല ജീരകവും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചാട്ട് മസാലയാണ് നമ്മുടെ ഈ കായ ബജിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കായ ബജിക്ക് ചാറ്റ് മസാലയും പഞ്ചസാരയും ചെറിയ ജീരകവും ഒന്നും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ തട്ടുകടയിൽ എന്താ പറയുക, കായ ബജിക്ക് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഞാനിതിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് പാകത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കായ ഒന്ന് റെഡിയാക്കി എടുക്കണം. കായൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ കായയുടെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കായ നമുക്ക് എത്ര കനം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 or 5 പീസൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കായ നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ബുദ്ധിമുട്ടി വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചായക്കപ്പൊക്കെ നല്ലൊരു കടി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കായ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയായ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കായ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന കായ ബജി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.